എല്ലാവർക്കും ഓണാശംസകൾ. ടോക്സിക് എന്ന മൂവി കണ്ടു. എല്ലാവരും ആ ഒരു സിനിമയുടെ റിവ്യൂ കാണാൻ ശ്രമിക്കരുത്. നിങ്ങൾ ആരും ആ സിനിമയുടെ റിവ്യൂവിൽ പലരും പലതും പറയും. നിങ്ങൾ ശ്രദ്ധിക്കരുത്. നിങ്ങൾ ഈ ഒരു സിനിമ പോയി കാണണം. കാരണം അത്രത്തോളം ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത്രയും ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു പരിപാടിയാണ്. ഏകദേശം 500 കോടിയോളം രൂപയുണ്ട് ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് തന്നെ നമുക്ക് നോക്കിയാൽ. അപ്പൊ അത് പലരും ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ ഡീഗ്രേഡ് ആവരുത്. എന്റെ ഹൃദയത്തില് യാഷ് എന്ന ആ ഒരു നായകനെ പൂഷ് എന്ന പദവിയിലേക്ക്, യാഷിന്റെ പൂഷ്, ഞാനിത് പണ്ടും പറഞ്ഞ, വെടിവെക്ക യാഷ് പൂശുക, വെടിവെക്ക യാഷ് പൂശുക, പൂശുക വെടിവെക്കുക, പൂശുക വെടിവെക്കുക. ചില്ലറ തോക്കൊന്നുമല്ല, ചില്ലറ ബോംബൊന്നുമല്ല, ചില്ലറ കാര്യങ്ങളല്ല സംഭവിക്കുന്നത്. അവസാനത്തെ ഒരു 20 മിനിറ്റ് സിനിമ നമ്മളെ ഇരുത്തിയെങ്കിലും ആ 20 മിനിറ്റിലേക്ക് എത്തുന്ന 3.5 മണിക്കൂർ എങ്ങനെ അവിടെ ഇരുന്നു എന്നുള്ളതിനെ കുറിച്ച് പലരും പല അഭിപ്രായം പറയും. നിങ്ങൾ ആരും അത് കേൾക്കരുത്. ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഓണം ഗംഭീരമാവട്ടെ. എല്ലാവരും പോയി ടോക്സിക് എന്ന സിനിമ കാണണം. ആ സിനിമയെ സപ്പോർട്ട് ചെയ്യണം. ഇതാണ് 100% ജെന്യൂൻ ആയിട്ട് റിവ്യൂ. ആ ഫിലിം ഇറങ്ങിയതിൽ ഏറ്റവും നല്ലൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ ആയിരിക്കും കേട്ടോ. കാരണം ഞാനിത് ഒരു എത്രയോട്ടം പ്ലേ ചെയ്ത് കണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളും ഇത് കാണുമ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ചിരി വരാത്ത ഒരാൾ വേണ്ട. ഓണത്തിന് ആ ഫിലിം കണ്ടിട്ട് വന്നുപോയ മടുപ്പ് മാറ്റി തന്നത് വിക്കിത്തക്കാണ് കേട്ടോ. വിക്കിത്തക്ക അണ്ണനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഫിലിമിനെ പറ്റി ഗീതു മോഹൻദാസ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, ഫിലിമിനെ കുറിച്ചല്ല, ഫിലിമിൻ്റെ എന്താ പറയുക, ഫിലിം ജനങ്ങളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അവർ ജനങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ജനങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അതും കൂടി ഞാനിവിടെ പ്ലേ ചെയ്യാം കേട്ടോ. കാരണം അവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ നമ്മൾ ഫിലിമിൽ ചെയ്തു വെച്ചതെന്ന്. ഞാൻ ഈ ടോക്സിക് കാണുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് ഒരു ഫാമിലിയും കൂടി ഇരുണ്ടായിരുന്നു. അവരെങ്ങനെയാണ് ഫിലിം കാണാൻ വന്നതെന്നറിയില്ല. മേ ബി പ്രായമുള്ള ആൾക്കാരുണ്ടൊക്കെ. അപ്പോൾ അവൻ അവിടെ നിന്നിട്ട് പോയിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ തൊട്ടടുത്ത് അമ്മയാണോ ആരല്ല, കുറച്ച് അവൻ്റെ വൈഫുണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് കണ്ടൊരു ഫിലിം. അപ്പോൾ എത്രത്തോളം അറിയില്ല. അപ്പോൾ ഫിലിമിൽ ഇവർ വന്നത് അവരേതായ ഇഷ്ടങ്ങൾ കൊണ്ടായിരിക്കാം, അത് മേ ബി എന്തും ആയിക്കോട്ടെ. പക്ഷേ ഗീതു മോഹൻദാസ് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോ. ഒന്ന് കേട്ട് നോക്ക്. This is cinema. No, you have to slowly introduce them, slowly make them comfortable. ഞാൻ അതാ വിശ്വസിക്കുന്നു. As a filmmaker, it is an added responsibility that people are comfortable when they watch with their family, with their spouse, whatever. If they are conditioned in a certain way in their thoughts, then I need to make them very comfortable. ഈ ഫിലിം സ്ലോ ആയിട്ട് ആരെയും കംഫേർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ജനങ്ങളുടെ ഇടയിലേക്ക് ഓർമ്മിച്ച് വരാൻ ആവശ്യമായ കാര്യങ്ങളൊന്നും തന്നെ ഫിലിമിലൂടെ കിട്ടുന്നില്ല. ഒരു തരത്തിലുള്ള പ്രേക്ഷകരെയും അവർ സന്തോഷിപ്പിക്കുന്നതായിട്ട് എനിക്ക് ഈ ഫിലിം കണ്ടിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഘോരമൊക്കെ പറയുന്ന കണ്ടിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക, അവരെ സംസാരം അല്ലെങ്കിൽ അവർ മുമ്പൊക്കെ ചിന്തിക്കുകയും അല്ലെങ്കിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ ഈ കസബേൻ്റെ സമയത്തുള്ള ഒരു വീഡിയോയും കൂടി ഞാൻ കാണിക്കാം കേട്ടോ. കസബേൻ്റെ സമയത്ത് ഇവർ പറഞ്ഞതും 2017 ഗീതു മോഹൻദാസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ഒരു Kasaba is a movie that I unfortunately watched, and with all due respect to all the technicians who worked in the film, I was definitely disappointed to watch an actor par excellence whom many films of his have watched, who happened to say certain dialogues which were not only derogatory but most saddening to a woman in a അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീന് ഏതെങ്കിലും ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ കണ്ടിരിക്കാൻ പറ്റി എന്നൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. എനിക്ക് ആ ഫിലിം ത്രൂ ഔട്ട് 3 മണിക്കൂർ 15 മിനിറ്റ് കണ്ടിട്ട് അതിലൊരു സീന് പോലും എനിക്കിഷ്ടപ്പെട്ടില്ല. ഫിലിമിൻ്റെ റിവ്യൂ അല്ല കേട്ടോ പറയുന്നത്. ഇവർ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടും ഇത്തരത്തിലൊരു ഫിലിം അല്ലെങ്കിൽ യാഷിനെ പോലുള്ള ഇത്രയൊരു ഫേമസ് ആയില്ല അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമേൻ്റെ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുപോയിട്ട് ഇത്തരത്തിൽ രീതിയിൽ നശിപ്പിച്ച് വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവരാരും ഈ ഫിലിം കണ്ടിട്ടല്ലേ തിയേറ്ററിലേക്ക് എത്തിപ്പെടുന്നത്, അങ്ങനെയൊക്കെ തോന്നിപ്പോയ ഒരു വൃത്തികെട്ട ഒരു ഫിലിം.
ഗീതു മോഹൻദാസ് ഇതിൻ്റെ റിലീസിന് മുന്നോടിയായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, അത് ഞാനിവിടെ പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. സ്ത്രീകളെ ഒന്ന് ഒബ്ജക്ടിഫൈ ചെയ്ത ടീസറും ട്രെയിലറും കണ്ടപ്പോ അവര് they got confused. Why is our Geetu Mohandas doing this sort of film? I think you should give them all an answer right now. Well, I don't think I'm objectified, firstly. Secondly, I feel that it's very important for people to watch the film and then for the makers to talk about it. But one thing is for certain is that I know exactly why the rage baiting is what we have done. ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാമെന്നും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഫിലിം കണ്ട ആർക്കും നിങ്ങൾക്കൊരു കൃത്യമായൊരു ഉത്തരം കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എന്താ പറയുക, ഒരു സ്ത്രീ കഥാപാത്രത്തോട് റെസ്പെക്റ്റ് തോന്നുമോ, അല്ലെങ്കിൽ ബഹുമാനം തോന്നുമോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു ലോജിക്ക് പോലും വർക്കാവാത്ത രീതിയിലാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൽ പ്രധാനമായൊരു റിവ്യൂർ പറഞ്ഞൊരു മൂവി റിവ്യൂ ഉണ്ട്. ഇത് ഒന്നോ രണ്ടോ ആൾക്കാരുടെ ഒരു അനുഭവം മാത്രമല്ല കേട്ടോ. ഇവർ ഇത്തരത്തിൽ ഇങ്ങനെ ചില സീനുകളെ പറ്റി പരാമർശിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല രീതിയിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലായിക്കോട്ടെ അല്ലാത്ത രീതിയിലൊക്കെ പല രീതിയിൽ അവർ കാര്യങ്ങൾ സംസാരിക്കുക ചെയ്തൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് വന്നൊരു ഫിലിം ഇത്തരത്തിൽ മോശമായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടല്ല ഞാൻ പരാമർശിക്കുന്നത്. അത്തരത്തിൽ ഒരു കാര്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഫിലിമിൽ 500 കോടി രൂപ മുടക്കിയെടുത്ത ഫിലിമിൽ ഏതെങ്കിലും ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് പോലും ഒരു തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കയറിയ ഒരു വ്യക്തിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമ്മളെ കോക്കണ്ണം പറഞ്ഞ റിവ്യൂ കൂടി കേൾക്കാം കേട്ടോ. കിട്ടിക്കാനാണ് കോടികൾ മുടക്കി ഗീതു മോഹൻദാസ് സ്ത്രീയെ നിങ്ങൾ ഈ സിനിമ എടുത്തത്. ഇതാണ് പൊതുജനത്തിൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ ഇത് പ്രശസ്തരായ ആൾക്കാരെ മാത്രമല്ല കേട്ടോ, ഫിലിം കണ്ട ഓരോരുത്തർക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഫിലിമിൻ്റെ റിവ്യൂ റിലേറ്റഡ് ആയിട്ട് ഇന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ സീറ്റിൻ്റെ വേക്കൻസീസ് കാണാൻ പറ്റും. കുറേ സീറ്റുകൾ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടാവും. കാരണം എത്രത്തോളം ഈ ഫിലിമിന് ജനങ്ങളുടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എന്നതാണ്. അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫേക്ക് ആയിരുന്നാലും അല്ലെങ്കിൽ ഫിലിം ഏറ്റവും നല്ല രീതിയിലേക്ക് മാറിയിരുന്നെങ്കിൽ, അവർ സ്റ്റേറ്റ്മെൻറ്റ് വേറെ രീതിയിലാണെങ്കിൽ ഫിലിം നല്ലതായിരുന്നു അല്ലെങ്കിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും എവിടെയും ഒരു പ്രശ്നമില്ലായിരുന്നു. ഫിലിമിനെയും ഈ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ ഈ സംവിധായകയെ ഏറ്റവും നല്ല രീതിയിൽ പ്രശംസിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലെ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, സി യു.